സോ ഹലോ എവരിവൺ, ദിസ് ഇസ് സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ. നമ്മൾ ഈ വീഡിയോയിൽ മോർ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇതിൽ ഞാൻ കൂടുതൽ എൻ്റെ ഓഡിയോ ആണ്, ക്വസ്റ്റ്യൻസ് ഒന്നും സ്ക്രീനിൽ കാണാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ട് ഞാനത് കുറച്ച് കാര്യങ്ങൾ ഒരു 10-15 മിനിറ്റ്സിൽ കുറേയധികം കാര്യങ്ങൾ പറയുകയാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. ജാനുവരിയിലെ കുറച്ച് കാര്യങ്ങൾ എടുത്തിരിക്കുകയാണ്. ജാനുവരി മാസത്തിലെ ചോദ്യങ്ങൾ ചിലപ്പോൾ ജാനുവരി മാസത്തെ ക്വസ്റ്റ്യൻസ് വരാം, കാരണം ജാനുവരി ടുവേർഡ്സ് എൻഡൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ. ജാനുവരിയിൽ ചില വളരെ അപ്ഡേറ്റഡ് ആയ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് ജാനുവരിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് കവർ ചെയ്യാത്തൊരു കാര്യമാണ്. ICC അവാർഡ് 2024 ജാനുവരി മാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം ജാനുവരി ടുവേർഡ് ദി എൻഡാണത് ജാനുവരി ഡിക്ലെയർ ചെയ്ത്. അപ്പം സർ ഗാരി സോബേഴ്സ് ട്രോഫി ബെസ്റ്റ് ക്രിക്കറ്റർ, പുരുഷ ക്രിക്കറ്ററിൻ്റെ എന്നുള്ള അവാർഡ് കിട്ടിയത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയ്ക്കാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള റേച്ചൽ ഫ്ലോറോ ഫ്ലിൻഡ് അവാർഡ് എന്നാണ്, ഹെയർ ഓഫ് അവാർഡ് എന്നാണ് പറയുന്നത്. അവാർഡ് ന്യൂസിലാൻഡ് പ്ലെയറായ അമേലിയ കെറിനാണ് അത് വിൻ ചെയ്തത്. അപ്പം ബുംറയും അമേലിയ കെറുമായിരുന്നു. പുരുഷ ഏകദിനത്തിലെ മികച്ച താരമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ്റെ ഒമർ സായിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. വനിതാ ഏകദിനത്തിലെ മികച്ച താരം ഇന്ത്യൻ താരമായ സ്മൃതി മന്ദാനയായിരുന്നു. പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച താരം ജസ്പ്രീത് ബുംറയായിരുന്നു. അതേസമയം പുരുഷ T20 ക്രിക്കറ്റർ അർഷ്ദീപ് സിംഗ്, ഇന്ത്യൻ പേസർ അർഷ്ദീപ് സിംഗ് ആയിരുന്നു. വനിതാ T20യിലെ മികച്ച താരം വീണ്ടും അതും അമേലിയ കെർ ആയിരുന്നു. ഇനി എമർജിംഗ് ക്രിക്കറ്റർ കമേനു മെൻഡേസ്, അത്ര ഡീറ്റെയിൽസിന് പോയാലും കുഴപ്പമില്ല. എമർജിംഗ് വനിതാ ക്രിക്കറ്റർ അനറി ഡെക്സർ, മികച്ച അമ്പയർ റിച്ചാർഡ് ഇല്ലിമർ. ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് ഡീറ്റെയിൽസ്. ഇനി ഇതിൽ ബുംറയുടെ പേരും അമേലിയ കെർ, ഇത് രണ്ടും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. again ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, അതും പിന്നെ ഈ ജാനുവരി മാസത്തിൽ നടന്ന കാര്യമാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ അങ്ങനെ ആദ്യമായിട്ട് വന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അതും ഈ ഒരു പീരീഡിൽ വന്നതാണ്. ഈ പീരീഡിൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഓവറോൾ സ്പോർട്സിലെ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ദേശീയ വർത്തമാന പത്രദിനം നമ്മൾ ജാനുവരി മാസത്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജാനുവരി 29 ഓർത്തിരിക്കുക. എഗെയിൻ 2025 ജാനുവരി മുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഇറക്കുമതി കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്ത രാജ്യം തായ്ലൻഡാണ്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം. എഗെയിൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമുക്ക് IPL ഒക്കെ പോലെ തന്നെ വനിതാ ഹോക്കി ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് എഡിഷൻ, അതിൽ ഒഡീഷ വാരിയേഴ്സ് ആണ് അതിൽ ഫസ്റ്റ് എഡിഷനിൽ വിൻ ചെയ്തതും ഈ ഒരു റീസെൻറ്റ് ടൈമിൽ സംഭവിച്ച ഒരു ഇവൻ്റാണ്. എഗെയിൻ ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെ വിന്നേഴ്സ് ആരാന്ന് ഒരുപക്ഷെ ചോദിക്കാം. ഓസ്ട്രേലിയൻ ഓപ്പണും ജാനുവരി നടന്ന യാനിക് സിന്നറാണ് ഇറ്റലിയുടെ പുരുഷന്മാരുടെ സിംഗിൾസ് ജയിച്ചത്. വനിതകളുടെ സിംഗിൾസ് മാഡിസൺ കീസ്, അമേരിക്കൻ പ്ലെയർ മാഡിസൺ കീസ് ആണ് അമേരിക്കൻ പ്ലെയർ ആയിരുന്നു. എഗെയിൻ 2025 ഗേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ജമ്മു കാശ്മീർ ലഡാക്ക് വെച്ചിട്ടാണ്. അതും ഇതേ പീരീഡിൽ ജാനുവരി മാസത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരുന്നു. അത് നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കാം. എനിക്ക് മറ്റൊരു കാര്യം എന്നുള്ളത് പത്മ അവാർഡുകളാണ്. പത്മ അവാർഡുകൾ, അത് ഒരുപാട് അവാർഡുകളുണ്ട്, എന്നാൽ പോലും 7 പേർക്ക് പത്മവിഭൂഷൺ അവാർഡിന് അർഹരായി. കഴിഞ്ഞ വർഷത്തെ 13 പേർക്ക് പത്മഭൂഷൺ, 13 പേർക്ക് പത്മശ്രീ ഒക്കെയാണ്. പത്മവിഭൂഷൺ അവാർഡിനകത്ത് MD വാസുദേവൻ നായർ മരണാനന്തര ബഹുമതിയായിട്ട് MD വാസുദേവൻ നായർക്ക് കിട്ടി എന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റ് ചില പേരുകളും ജസ്റ്റ് എന്ന് പറയുന്നത് ശാരദാ സിൻഹ, ഒരു ഫോക്ക് ഗായികയാണ്, അവർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത്. പത്മവിഭൂഷൺ അവാർഡാണ് പറയുന്നത്. ഒസാമു സുസുക്കി, ജപ്പാനിലെ സുസുക്കി മോട്ടോഴ്സിൻ്റെ കോർപ്പറേഷൻ മുൻ ചെയർമാനാണ്, അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ്. ദുവൂർ നാഗേശ്വർ റെഡ്ഡി മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജസ്റ്റിസ് റിട്ടയർഡ് ജഗദീഷ് സിംഗ് ഗഹാർ, കുമുദിനി രജനീകാന്ത് ലഖിയ, അവരൊരു കഥക് ഡാൻസറാണ്. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം വയലിനിസ്റ്റാണ്. ഇവരൊക്കെയാണ് പത്മവിഭൂഷൺ. ഇനി മലയാളികളുടെ കേസിൽ PR ശ്രീജേഷ്, ഹോക്കി പ്ലെയറായ നമ്മുടെ ഹോക്കി ഗോൾ കീപ്പർ PR മുൻ ക്യാപ്റ്റനൊക്കെ ആയിരുന്ന PR ശ്രീജേഷിന് പത്മഭൂഷൺ അവാർഡ് കിട്ടുകയുണ്ടായി. ഡോക്ടർ ജോസ് ചൊക്കോ പെരിയപുരത്തിന് പത്മഭൂഷൺ അവാർഡ് ലഭിക്കുകയുണ്ടായി. എഗെയിൻ തമിഴ്നാട് അജിത് കുമാർ,
again ശോഭന, ഇവർക്കൊക്കെ മറ്റ് ഇവരൊക്കെ അവാർഡ് ലിസ്റ്റിലുണ്ടായിരുന്നു. പത്മശ്രീ IM വിജയന് പത്മശ്രീ കിട്ടി. പത്മ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിപ്പബ്ലിക് ഡേ ആയിട്ട് കണക്ട് ആയിട്ടാണ് പത്മ അവാർഡ്സ് അതാണ് റിലീസ് ചെയ്യാറ്. അഗൈൻ പോപ്പ് ഫ്രാൻസിസ്, ഇപ്പം പോപ്പ് ഫ്രാൻസിസിൻ്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയൊക്കെ ന്യൂസൊക്കെ വരുന്നുണ്ട്. പോപ്പ് ഫ്രാൻസിസിൻ്റെ ആത്മകഥ പബ്ലിഷ് ചെയ്യപ്പെട്ടത് ഈ ഒരു പീരീഡിലാണ്. അത് ഹോപ്പ് എന്നാണ് അതിൻ്റെ പേര്. അഗൈൻ ഇതും ഈ ഒരു പീരീഡ് വന്നൊരു കാര്യമായതുകൊണ്ട് ഓർത്തിരിക്കുക. നാഷണൽ ഗെയിംസ് എവിടെ നടന്നു എന്നുള്ളത് ഓൾറെഡി പറഞ്ഞാണ്. ഉത്തരാഖണ്ഡാണ് നാഷണൽ ഗെയിംസ് നടന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഈ പീരീഡിലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു അപ്ഡേറ്റ് ആണ്. നൗ ദേശീയ ശാരീരിക വൈകല്യമുള്ള ഫിസിക്കലി ചലഞ്ച്ഡ് ആയ ആൾക്കാരുടെ 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഇന്ത്യ ആണ് വിൻ ചെയ്ത്. അപ്പം അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കുടുംബശ്രീ 2025 ദേശീയ സരസ് മേളയുടെ വെന്യൂ ചെങ്ങന്നൂർ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ചെങ്ങന്നൂരായിരുന്നു. അതും നിങ്ങൾക്ക് ജസ്റ്റ് ഓർത്തിരിക്കാനായിട്ട് ഞാൻ പറയുന്നു മാത്രം. മുമ്പ് സ്പോർട്സ് സെക്ഷനിൽ ഞാൻ കവർ ചെയ്ത കാര്യമാണ്. വിജയ ഹസാരെ ട്രോഫി ഇപ്പം നിലവിൽ ഈ ഒരു പീരീഡിൽ ജയിച്ചത് കർണാടകയാണ്. ആ ടൂർണമെൻറ്റ് മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്ത് കരുൺ നായരാണ്. മുമ്പത്തെ ജേതാക്കൾ ഹരിയാനയായിരുന്നു. വിദർഭയെ തോൽപ്പിച്ചാണ് നേടിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിലെ കേരളം രഞ്ജി ട്രോഫി ഫൈനലെത്തിയ വാർത്തയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അഗൈൻ ഇതെല്ലാം ഈ ഒരു പീരീഡിൽ 2025 പാകിസ്ഥാൻ വിക്ഷേപിച്ച ഉപഗ്രഹം, അതൊക്കെ ഒരു ഈ രണ്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ അണ്ടർ-19 വനിതാ 2020 വേൾഡ് കപ്പ് വെന്യൂ. അണ്ടർ-20 വേൾഡ് കപ്പ് ഈ പീരീഡിൽ നടന്നതാണ്. അണ്ടർ-19 വനിതാ വേൾഡ് കപ്പ് മലേഷ്യ ആണ് അതിൻ്റെ വെന്യൂ. അഗൈൻ മറ്റ് ചില ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അഗൈൻ ദ ന്യൂ ഐക്കൺ സവർക്കർ ഓഫ് ദി ഫാക്ട്സ് എന്ന പുസ്തകത്തിൻ്റെ ഓഥർ അത് ഈ അരുൺ ഷൂരിയാണ്. ഈ ഒരു പീരീഡിൽ ശ്രദ്ധ നേടിയ ഒരു പുസ്തകമായതുകൊണ്ട് അതും നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. ഇതെല്ലാം ജാനുവരി മാസത്തിൽ ചില ഇമ്പോർട്ടൻ്റ് ആയ ചില ഹൈലൈറ്റുകളാണ്. അഗൈൻ another question, one more question to ask. 2025 ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സരമായി ഉൾപ്പെടുത്തണമെന്ന് ഉത്തരവിറക്കി ഹൈക്കോടതി. അപ്പോൾ ഡൽഹി ഹൈക്കോടതിയാണ് അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത്. 2025 38ാം ദേശീയ ഗെയിംസാണ് കൺക്ലൂഡായ. 38ാം ദേശീയ ഗെയിംസിൻ്റെ വെന്യൂ ഉത്തരാഖണ്ഡാണെന്ന് മറന്നു പോകാണ്ടിരിക്കുക. വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്മൃതി മന്ദാന ഈ ഒരു പീരീഡിൽ വിൻ ചെയ്തു എന്നുള്ള അല്ലെങ്കിൽ നേടി എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നൗ അമേരിക്കയിലെ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് മാഗസിൻ മികച്ച ജാവലിൻ ത്രോ താരമായിട്ട് നീരജ് ചോപ്രയെ ഈ പീരീഡിൽ ഈ സമയത്ത് തിരഞ്ഞെടുക്കുകയുണ്ടായി. സോ ദാറ്റ് ഈസ് ഓൾസോ വൺ ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് ഫോർ യു ടു റിമെമ്പർ. അഗൈൻ ഇത്രയുമാണ് ഈ ഒരു ഏരിയയിൽ ജനറലി ഉള്ള മറ്റൊന്നും ഓർത്തിരിക്കാൻ പറ്റും. 1-2 കാര്യങ്ങളോട് പറയുന്നു. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം, സ്റ്റാർട്ടപ്പുകളെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം. സ്റ്റാർട്ടപ്പ് ദിനം ജാനുവരി 16 സ്റ്റാർട്ടപ്പ് ദിനം. രാജ്യത്തിലെ ദേശീയ സീനിയർ വോളിബോൾ ടൂർണമെൻ്റ് ഇത്തവണ വിൻ ചെയ്തത്. ഇത്തവണ ദേശീയ സീനിയർ വോളിബോൾ കേരളത്തിന് കുത്തകയായിരുന്നൊരു കാലഘട്ടത്തിൽ അപ്പോൾ ദേശീയ സീനിയർ വോളിബോൾ വിൻ ചെയ്തത് കേരളമാണ്. അപ്പം അതും ഒന്ന് മൈൻഡിലേക്ക് നിങ്ങൾക്ക് വെക്കാം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു 1-2 കാര്യങ്ങളോട് ഇവിടെ പറയുന്നു. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ AFA യുടെ അത്ലറ്റിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ അഞ്ജു ബോബി ജോർജാണ്. മലയാളി ആയതുകൊണ്ട് ഒരുപക്ഷെ അത് ഒരു ചാൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. മലയാളി ആയതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ സൂചിപ്പിക്കുന്നു മാത്രം. അഗൈൻ പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകയ്ക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ജനുവരിയിൽ കേരളത്തിലെ 1-2 ബീച്ചുകൾക്ക് ലഭിക്കുകയുണ്ടായി. ഒന്ന് കോഴിക്കോട് കാപ്പാട് ബീച്ചും മറ്റൊന്ന് കണ്ണൂരിലെ അഴീക്കോട് ചാൽ ബീച്ചുമാണ്. അഗൈൻ മഹാകുംഭമേളയുടെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രസാർ ഭാരതി ആരംഭിച്ച പ്രത്യേക FM റേഡിയോ ചാനൽ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും വന്നിട്ടുണ്ടെന്ന്. കുംഭവാണി എന്നാണ് ഒരു ചാനലിൻ്റെ പേര്. അപ്പം കേരളത്തിലെ
ചീഫ് സെക്രട്ടറി ആരാന്ന് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി മറ്റു വീഡിയോ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ചീഫ് സെക്രട്ടറി സംസാരിച്ചില്ല. കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ്. അതും ഒരു കേരളത്തിലെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അഗെയിൻ ഒരിക്കലും സംസാരിച്ച കാര്യമാണ്, എന്നാലും വീണ്ടും പറയുന്നു. 2025 ബ്രിക്സിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. അത് ഒരു ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ അതിനെ കാണുന്നു. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഡീപ് ഫേക്കുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളോ ഡീപ് ഫേക്കിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ഒന്നുകിൽ മക്കഫി പുറത്തിറക്കിയ സോഫ്റ്റ്വെയർ ആണ് ഡീപ് ഫേക്ക് ഡിറ്റക്ടർ. അപ്പോൾ ഡീപ് ഫേക്കുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ ഈ സമയത്ത് പലതും വന്നിട്ടുണ്ട്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇവിടെ ഒരു ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചോദ്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഡീപ് ഫേക്ക് വീഡിയോകളും ഓഡിയോകളും കണ്ടെത്താനായിട്ടുള്ള സൈബർ സെക്യൂരിറ്റി കമ്പനിയായ മക്കഫി സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡീപ് ഫേക്ക് ഡിറ്റക്ടറാണ്. അപ്പം അങ്ങനെ ജനറലി ഉള്ള നിരവധി ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു ഏരിയാസിൽ നിങ്ങൾക്ക് ഓവറോൾ കാണാൻ സാധിക്കും. അഗെയിൻ ഞാൻ 2025 സാധാരണ ഇൻഡെക്സുകൾ, നമ്മൾ പല ഇൻഡെക്സുകളെ പറ്റി സംസാരിക്കാറുണ്ട്. ഹാപ്പിനെസ് ഇൻഡെക്സ്, കറപ്ഷൻ ഇൻഡെക്സ്. അങ്ങനെ റീസെൻ്റ്ലി റിലീസായ മറ്റൊരു ഇൻഡെക്സ് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന ഇൻഡെക്സ്. അപ്പോൾ അതിൽ ഇന്ത്യയുടെ സ്ഥാനം 85 ആണ്. അതിൽ 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് സിംഗപ്പൂരാണ്, 2ാം സ്ഥാനം ജപ്പാനാണ്, 1ാം സ്ഥാനം സിംഗപ്പൂരാണെന്ന് ഓർത്തിരിക്കാം. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബർ ദ്വീപിലെ ഗോത്രവിഭാഗം ജരവ അവരാണ്. അത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലെവൽ അപ്ഡേറ്റ്സ് ആണ്. ഇതൊക്കെ ജസ്റ്റ് കേട്ട് പോകാൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കേൾക്കാം. ലോക ഹിന്ദി ദിനം ജനുവരി 10 അഗൈൻ ഇങ്ങനത്തെ ഇതേ ചോദ്യങ്ങൾ നേരിട്ട് ബൈഹാർട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി ഓർത്തിരിക്കാനും പറ്റത്തില്ല. പക്ഷേ ചിലപ്പോൾ കേട്ട് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് കാണുവാണെങ്കിൽ ഒരു പരിചയത്തിൻ്റെ പേരിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. 2024 ഫ്രഞ്ച് ചാമ്പ്യൻസ് ട്രോഫി കരസ്ഥമാക്കിയത് PSG ആണ്. അത്രയും ഒരു ഡെപ്തുള്ള ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കണമെന്നില്ല. പക്ഷേ മറ്റൊരു ക്വസ്റ്റ്യൻ ഇംഗ്ലണ്ടിൽ ബർമിംഗ്ഹാമിൽ നടന്ന 2025 ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ അണ്ടർ 17 പെൺകുട്ടികളുടെ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കിയ ഇന്ത്യൻ സ്ക്വാഷ് താരം അനാഹത് സിംഗ് പേര് ഓർത്തിരിക്കുക. എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ നമുക്കതൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ്റെ വേദി, അത് ഈ ഒരു പീരീഡിൽ നടന്ന ഒരു സംഭവമാണ്. 2025 ഭുവനേശ്വർ, ഒഡീഷയിലെ ഭുവനേശ്വറാണ്. അതും ഈ ഒരു പീരീഡായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ ഒരു പീരീഡിൽ ഉണ്ടായിരുന്ന ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളാണ്. മികച്ച ചിത്രമായിട്ട് ദ ബ്രൂട്ടലിസ്റ്റ് സംവിധാനം ആണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത്. മറ്റ് ഇൻഫർമേഷനും ഗോൾഡൻ ഗ്ലോബുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. സോ ഗോൾഡൻ ഗ്ലോബ് എന്നുള്ളത് ഓർത്തിരിക്കുന്നു. അലൻ ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല, പലപ്പോഴും പറഞ്ഞാണ്. ആഭ്യന്തര വിമാനത്തിൽ സൗജന്യ വൈഫൈ ലഭ്യമാക്കുന്ന ആദ്യത്തെ എയർലൈൻ എയർ ഇന്ത്യ ആയിട്ടാണ് അറിയപ്പെടാൻ സാധിക്കുന്നത്. അപ്പോൾ അതും ഈ ഒരു പീരീഡിൽ ഉണ്ടായ കാര്യമാണ്. 15th JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം മികച്ച ചിത്രം 2018 ആണ്. കുറച്ച് വൈകിയായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇവിടെ വരുന്നത്. സോ 2025 ജാനുവരിയായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഇവിടെ ഞാൻ സമ്മറൈസ് ചെയ്യുന്നത്. ഞാൻ ഫൈനലി 1-2 കാര്യങ്ങളോട് പറയുന്നു. വേൾഡ് ബ്രെയിൻ ലിപി ഡേ. സോ ദാറ്റ് ക്യാൻ ബി, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ജാനുവരി മാസത്തിലെ ഒരു കാര്യമായിരുന്നു. ജാനുവരി ആണത്. അഗൈൻ വേദനയില്ലാത്ത കുത്തിവയ്പ്പ് കൊണ്ട് സൂചിരഹിത ഷോക്ക് സിറിഞ്ചുകൾ വികസിപ്പിച്ചെടുത്ത IIT ബോംബെയാണ്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ CR-450 എന്ന അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ പ്രോട്ടോടൈപ്പ് ചൈനയാണ് റിലീസ് ചെയ്ത്. ഹ്യൂമൻ ന്യൂമോ വൈറസ്, ഇപ്പോൾ ന്യൂമോ വൈറസിൻ്റെ സാന്നിധ്യം ഡിസ്കഷൻ ആയിരുന്നു. അതും ചൈനയാണ് അതിൻ്റെയും പിന്നിൽ ചൈനക്കാരായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. അഗൈൻ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് 4 പേര് അർഹരായി. അത് നമ്മുടെ മോക്ക് ടെസ്റ്റ് ഉണ്ടായ ചോദ്യമായിരുന്നു.
ഡി യുഗേഷ്, മധു ബാക്കർ, ഹർമീൻ സിംഗ് ഹോക്കി പ്ലെയർ, പ്രവീൺ കുമാർ ഹൈ ജമ്പ് ആരാധകരാണ്. എഗെയിൻ അർജുന അവാർഡ് നേടിയ ആൾക്കാരുണ്ട്, അതിൽ മലയാളികളുണ്ട്. അപ്പോൾ അതൊക്കെ അതും ഈ ഒരു പീരീഡിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് വേണം നമുക്ക് കൺസിഡർ ചെയ്യാം. Now, FIDE World Blitz Championship 2024. FIDE World Blitz Chess Championship 2024. മാഗ്നസ് കാർസൺ, അഗൈൻ ഇയാൻ നെപ്പോൺസി ഇവരാണ് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. ഓക്കെ, അഗൈൻ വനിതാ വിഭാഗത്തിൽ വെങ്കല മെഡൽ ആർ വൈശാലി, ഇന്ത്യയുടെ ആർ വൈശാലിക്ക് വനിതാ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടുകയും ഉണ്ടായി. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട്, ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഇൻഡോറിലെ എയർപോർട്ടായിട്ടാണ് ഈ ഒരു പീരീഡിലെ മറ്റൊരു അപ്ഡേറ്റ് വന്ന്. അപ്പോൾ ജാനുവരി മാസത്തിലെ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ ഒരു സമയമൊക്കെ അനുസരിച്ച് നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് വീഡിയോ കവർ ചെയ്യുന്ന. മറ്റ് വീഡിയോസുകൾ നമ്മൾ പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഒന്ന് രണ്ട് വീഡിയോസും കൂടെ ഫൈനലി നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.